വിശ്വപ്രസിദ്ധരായ വ്യക്തികൾ പോലും സാത്വിക ജീവിതം നയിച്ചിരുന്നു പിറന്നാൾ ദിനത്തിൽ. നമ്മുടെയൊക്കെ പിറന്നാൾ എന്ന് പറയുന്നത് വളരെ രസകരമാണല്ലേ. സാധാരണയായിട്ട് കുട്ടികളാണെങ്കിൽ അന്നത്തെ ദിവസം സ്കൂളിൽ കൂട്ടുകാർക്കെല്ലാം മിഠായി വിതരണം ചെയ്യും. വീട്ടിൽ ഒരു കേക്ക് മുറിക്കും. ഉച്ചയ്ക്ക് വളരെ വിഭവ സമൃദ്ധമായി ചിക്കൻ, മട്ടൺ എല്ലാം, ബീഫ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബന്ധു ഇത്രാദികളെല്ലാം ക്ഷണിക്കും. പുതിയ വസ്ത്രങ്ങളൊക്കെ മേടിക്കും. കുട്ടികളുടെ കാര്യമാണെങ്കിൽ മുതിർന്നവരങ്ങനെ ആഘോഷിക്കാറില്ലേ. പക്ഷെ പിറന്നാളിന് നമ്മൾ ഈ ലോകത്തേക്ക് വന്ന ആ ദിവസം അത് ആചരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്ന് പൗരാണിക ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു. നമ്മുടെ യശസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും അതെങ്ങനെ ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് പിറന്നാൾ ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടാണ് പറയപ്പെടുന്നത്. പലരുടെയും വിജയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, ഈവൻ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ആണെങ്കിലും വുഡ്രോ വിൽസന്റെ ആണെങ്കിലും, അവരെക്കുറിച്ച് അറിയാലോ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവർ പോലും പിറന്നാൾ ദിനം എങ്ങനെ ആഘോഷിച്ചിരുന്നു എന്നതല്ല, ആചരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഭാരതീയരുടെ കാര്യം എടുക്കുമ്പോൾ, ഇവിടെ പിറന്നാൾ ദിവസം എന്നത് വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ആ ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് നമ്മളുടെ അന്നത്തെ പ്രവൃത്തി അനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ടാണ് അന്നേ ദിവസം പറയപ്പെടുന്നത്. രാവിലെ ഉണരുക, അതിനുശേഷം നന്നായി കുളിക്കുക. എണ്ണ തേക്കാൻ പാടില്ല. എണ്ണ തേക്കാതെ നന്നായി കുളിക്കുക. ശേഷം ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ഓരോ വിഭാഗങ്ങളും അവരുടെ രീതിക്ക് ക്ഷേത്രത്തിലോ പള്ളിയിലോ മോസ്കിലോ ഒക്കെ പോവുക, നന്നായി പ്രാർത്ഥിക്കുക. തിരികെ വീട്ടിലെത്തിയ ശേഷം അന്നത്തെ ജീവിതം എന്ന് പറയുന്നത്, അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് സാത്വികമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല വസ്ത്രം ധരിച്ചു പോവുക. ക്ഷേത്രത്തിൽ പോകുന്നെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചു പോവുക. അന്നേ ദിവസം ദാനധർമാദികൾ ചെയ്യപ്പെടുക. ദാനം വസ്ത്രദാനമാകാം, അന്നദാനമാകാം. വസ്ത്രദാനം ഏറ്റവും മികച്ചതാണ് കേട്ടോ, അന്നേ ദിവസം. അതുപോലെ അന്നദാനം, മഹാദാനം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുക. ഉച്ചയ്ക്ക് സസ്യാഹാരം മാത്രം കഴിക്കുക. യാതൊരു കാരണവശാലും അന്നേ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ജീവിത വിജയത്തിനെ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജീവിത വിജയത്തിനെ സ്വാധീനിക്കും ആ ദിവസത്തെ കർമ്മം എന്ന് പറയുന്നത്. ഓരോ പിറന്നാളും മുമ്പോട്ട് അടുത്ത വർഷം നമുക്ക് നന്നായിരിക്കണം, അതെങ്ങനെ ആകണം എന്നുള്ളത് ആ ദിവസത്തെ കർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് പറയപ്പെടുന്നത്. വീണ്ടും ഒരു അവസരം കൂടെ തരികയാണ്, അടുത്തൊരു വർഷം കൂടെ ജീവിക്കാൻ. അതെങ്ങനെയാകും ആ ജീവിതം എന്നുള്ളത് പറയപ്പെടുന്നു. അപ്പോൾ അന്നേ ദിവസം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് ചെയ്യാൻ പാടില്ലാത്ത ചില സംഭവങ്ങളും കൂടിയുണ്ട്. അത് ചെയ്താൽ എന്താണ് പ്രശ്നം? ഒന്ന്, മത്സ്യ മാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ മദ്യസേവ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. രണ്ട്, ഔഷധ സേവ, അതായത് അന്നത്തെ ദിവസം മരുന്നുകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഔഷധ സേവ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അത് അന്നത്തെ ദിവസം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ, എല്ലാവർക്കും പറ്റണമെന്നില്ല, ഈ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക്
അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് ഒഴിവാക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ എണ്ണ തേച്ചുള്ള കുളി ഒഴിവാക്കുക. അതുപോലെ അന്നേ ദിവസം പിറന്നാൾ ദിവസം ഒരിക്കലും വിവാഹം കഴിക്കരുത്. ആ വിവാഹം ഒരിക്കലും പരിപൂർണമായൊരു വിജയമാവില്ല. അതുകൊണ്ട് പിറന്നാൾ ദിവസം വിവാഹം പാടില്ല എന്ന് പറയപ്പെടുന്നു. പിറന്നാൾ ദിവസം വിവാഹത്തിൽ പങ്കെടുക്കരുത്. പങ്കെടുത്താൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടുന്ന് സദ്യ കഴിക്കരുത് കേട്ടോ, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അടുത്തത് യാത്രാരംഭം പാടില്ല അന്നത്തെ ദിവസം. വലിയ ദൂരയാത്രകളൊന്നും ഒരിക്കലും പിറന്നാൾ ദിവസം ആക്കരുത്. അടുത്ത പറയപ്പെടുന്നത് ചികിത്സകൾ ചെയ്യാൻ പാടില്ല അന്നത്തെ ദിവസം. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ആഗ്രഹിക്കില്ല, തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അന്നത്തെ ദിവസം ഒഴിവാക്കുക. അതുപോലെ ശസ്ത്രക്രിയ പോലെയുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ടും അന്നത്തെ ദിവസം പരമാവധി മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. അതുപോലെ തന്നെ സാഹസ പ്രവർത്തികൾ പിറന്നാൾ ദിവസം പാടുള്ളതല്ല. വാഹനാരോഹണം പറയുന്നു. പഴയ കാലഘട്ടമായതുകൊണ്ട് യുദ്ധം അന്നേ ദിവസം ചെയ്യാൻ പാടില്ല. ഒരു രാജാവും പിറന്നാൾ ദിവസത്തിൽ യുദ്ധം ചെയ്തിട്ടില്ല. അലക്സാണ്ടറിന്റെ കഥ അറിയാലോ, ഇനി അത് ചോദിക്കല്ലേ, ലെങ്ത് കൂടും. അപ്പോൾ അതുപോലെ തന്നെ ശ്രാദ്ധം നടത്തുവാൻ പാടില്ല, പങ്കെടുക്കാനും പാടില്ല. ഇതെല്ലാം നിഷിദ്ധമായിട്ട് തന്നെ കണക്കാക്കുന്നു. അന്നേ ദിവസം ഞാൻ പറഞ്ഞല്ലോ മത്സ്യമാംസാദികൾ പാടില്ല എന്ന്. സാത്വികമായിട്ടുള്ള ജീവിതം തന്നെ ആയിരിക്കണം. ദാനധർമാദികൾ ചെയ്യുക. ഇനി ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? കുട്ടികളാണെങ്കിൽ ഒന്ന്, രോഗങ്ങൾ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഒരു ദിവസം വെച്ച് ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങണം. 2, ബുദ്ധിമാന്ദ്യം. കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നല്ല ഞാൻ ഈ പറയുന്നത്. ശരിക്കുമുള്ള ബുദ്ധിക്ക് മാന്ദ്യം ഉണ്ടാവും, അവനെ കൊണ്ട് അതിന് പറ്റാതാകും. അതുപോലെ ചെവി, കണ്ണ്, ത്വക്ക്, ഈ 3 സംഭവങ്ങൾ, ചെവി, കണ്ണ്, ത്വക്ക്, ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അപ്പം ഇതൊന്നും അന്നത്തെ ദിവസം പാടില്ല. ഒരു വ്യക്തിയുടെ ഐശ്വര്യം, ആ വ്യക്തിയുടെ ഗ്രഹദോഷങ്ങൾ, ഭയങ്കര ദോഷമുള്ളവരൊക്കെ ഉണ്ടാവും. ഗ്രഹങ്ങൾ മാറി നിൽക്കുക. അതായത് രാവിലെ കണ്ണു തുറക്കുന്നത് പുതിയ പണി ഇങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് ജന്മനക്ഷത്രം. അത് വരുന്ന ആ വർഷത്തിലാണ്, പക്കനാളല്ല ഉദ്ദേശിക്കുന്നത്, ആ വർഷത്തിൽ ചെയ്യേണ്ട രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് നിങ്ങൾ കുറേ പൂജകളും കുറേ വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി ഫലം ഇതിനൊന്നും കിട്ടത്തില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം, മനസ്സിലല്ല അതൊക്കെ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇരട്ടി ഫലം. അതുപോലെ ഈ വിവാഹം നടക്കാത്തവരുണ്ടല്ലോ, അവരുടെ ജന്മദിനത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ. ഒരുപാട് അനുഭവസ്ഥരുണ്ട് കേട്ടോ. അവരുടെ ജന്മദിനത്തിൽ ഈ പറയുന്ന രീതിയിൽ, ഹിന്ദുസൊക്കെ ആണെങ്കിൽ അതിന് പൂജകളുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം വിഷ്ണു പൂജ അന്ന് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. സൃഷ്ടി സ്ഥിതി ലയകാരണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ വിഷ്ണു പൂജ അന്ന് നടത്തുക, ഭഗവതി സേവ അന്ന് നടത്തുക, ഗണപതി ഹോമം അന്ന് നടത്തുക. 3 കാര്യങ്ങളേ ഉള്ളൂ. വിഷ്ണു പൂജ, ഭഗവതി സേവ, ഗണപതി ഹോമം. ഈ 3 കാര്യങ്ങളും പറ്റുമെങ്കിൽ, സാമ്പത്തികമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. മറ്റ് മതസ്ഥരാണെങ്കിൽ അവർ ആ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ അത് അനുഷ്ഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ വിവാഹം നടക്കാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുപോലെ തന്നെ ജോലി തടസ്സമുള്ളവരുണ്ടാവും. അതിനും പറയപ്പെടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള കർമ്മമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് പിറന്നാൾ. ഇതിന് ഇത്ര വയസ്സിലേ പറ്റൂ ഇങ്ങനൊന്നുമില്ല. ഒരു കുട്ടിയെ അറിയാറായണം മുതൽ അവൻ്റെ അവസാനം വരെ പിറന്നാൾ ഇങ്ങനെ ആചരിക്കാം. ആഘോഷിക്കാന്നല്ല, ആചരിക്കാം. ആഘോഷമല്ല. അന്ന് നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. തൈര്, നെയ്യ്
ഈ 2 സാധനങ്ങളും അന്നത്തെ ദിവസം ഒഴിവാക്കണം. പഴയ ഒരു കഥയുണ്ടല്ലോ അതിനകത്ത്, ഞാൻ കഥയും പറയുന്നില്ല. പഴയ കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കാനുള്ള ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ തൈര്, നെയ്യ് എന്നിവ അന്നത്തെ ദിവസം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നല്ല പുത്തരി ചോറും അത് എന്ത് ചെയ്യുക, കഴിക്കുക. വളരെ ലളിതമായ ഭക്ഷണം ആയിരിക്കുക. 4 നേരവും കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, അല്ലേ? 4 നേരം കഴിക്കുന്നവൻ എന്താണ്, ദ്രോഹിയും. 3 നേരം കഴിക്കുന്നവൻ എന്തുവാ, രോഗിയും, അല്ലേ? 1 നേരം കഴിക്കുന്നവൻ യോഗിയുമായിട്ട് കണക്കാക്കുന്നുണ്ടല്ലേ, പണ്ടുള്ളവർ പറയുന്നതാണ്. അപ്പോൾ 4 നേരം കഴിക്കാമെന്നും പറയില്ല. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അതൊക്കെ ആവും കേട്ടോ, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം അന്നത്തെ ഭക്ഷണം. അന്നത്തെ ദിവസം നിങ്ങൾ വെറും നിലത്ത് കിടക്കുക. വെറും നിലത്തെന്ന് വെച്ചാൽ ഷീറ്റൊക്കെ വിരിക്കുക കേട്ടോ, പായൊക്കെ വിരിച്ചിട്ട് കിടക്കുക. വ്രതം എന്ന് പറയുന്നത് അതാണ്. പറയുന്ന കട്ടിലല്ല അന്നത്തെ ശയനം, അത് നിലത്ത് തന്നെ ആകണം. പൂർണ്ണമായിട്ടും വ്രതാനുഷ്ഠാനം അന്ന് ഉണ്ടാവണം. ഹിംസ പാടില്ല ഒന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ മത്സ്യമാംസാദികൾ അന്നത്തെ ദിവസം, അന്നേ ദിവസത്തേക്ക്, അവരൊറ്റ ദിവസത്തെ കാര്യമേ പറയുന്നുള്ളൂ, ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകേണ്ടി വരത്തില്ല. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അങ്ങ് ശരിയാവും. അത് നിങ്ങൾ എല്ലാ പ്രാവശ്യവും അതെന്ത് ചെയ്യും, നിങ്ങളത് അനുഷ്ഠിക്കുകയും ചെയ്യും എന്നതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം ഈ അനാഥാലയങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുക അന്നത്തെ ദിവസം. അതുപോലെ അന്നദാനം നടത്തുക. അതുപോലെ ആരോരും ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വർഷം മുഴുവൻ ചെയ്യാൻ പറയുന്നില്ലല്ലോ, ഒറ്റ ദിവസം. ഇത് പ്രോസ്പെരിറ്റി ആണ് ലൈഫിൽ. കാരണം അങ്ങനെ ചെയ്യുന്ന നിരവധി ആളുകളെ ജീവിതം വിജയമാക്കി മാറ്റിയ ലോകപ്രസിദ്ധരായിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്, അറിയാം. പക്ഷേ മനുഷ്യനൊരു പൊതു സ്വഭാവം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സാത്വികനാണെങ്കിലും തൻ്റെ ജീവിത രഹസ്യം, തൻ്റെ വിജയരഹസ്യം ആരോടും പങ്കുവയ്ക്കില്ല, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഈ മണ്ഡലകാലം വരുമ്പോഴത്തേക്ക് 41 ദിവസം വ്രതം എടുക്കുമല്ലേ. ആ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ഈ 41 ദിവസം ഹിംസകൾ പാടില്ല, കള്ളം പറയാൻ പാടില്ല, സ്ത്രീ സംഗമം പാടില്ല. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 41 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഇത്. ശബരിമല ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അയ്യനായിട്ട് തിരിച്ചു വരുന്നത്, അല്ലെ? അയ്യപ്പനായിട്ടാണ്. അതായത് ആത്മാവിന് തന്നെ മാറ്റം ഉണ്ടായിട്ടാണ് ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് ദേഹമാകുന്ന നാളികേരം എന്ന് പറഞ്ഞാൽ തേങ്ങ, അതിനെ ആഴിയിൽ അർപ്പിച്ച് സംസ്കരിച്ച് ആത്മാവാകുന്ന നെയ്യെ ഭഗവാന്റെ മേളിലൂടെ അഭിഷേകം ചെയ്ത് ഭഗവാനും നമ്മളും തമ്മിൽ എന്താണ്, രണ്ടല്ല എന്ന് കാണിക്കുന്ന തത്വമസി, ആ ചിന്താധാര, അതുമായിട്ട് മലയിറങ്ങുമ്പോൾ ശരിക്കും പോയ ആളല്ല തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ശരിക്കും അയ്യപ്പനാവുന്നത്. അപ്പോൾ അയ്യപ്പനായി തന്നെ തിരിച്ചു വരുന്നു. പക്ഷെ 41 കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിൽ അവിടേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് നോക്കൂ, ആ വർഷം മുഴുവൻ അയാൾ അങ്ങനെയാണെങ്കിൽ, ഇവൻ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഈ ലോകം എപ്പോഴേ നന്നാവും, അല്ലേ? ഇവിടെ ക്രൈം നടക്കുമോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? പക്ഷെ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ ആ നാടിനെ ഒരു പേര് വിളിക്കും, ഉട്ടോപ്പിയ, അല്ലേ? എന്താ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ? നോ വെയർ, എങ്ങുമില്ലാത്ത ഒരിടം, അങ്ങനെയാവും. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ. അതല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ താങ്കൾ തൻ്റെ പണി നോക്കി പോ. തൻ്റെ പിറന്നാൾ വരുമ്പോൾ താൻ അങ്ങനെ ചെയ്തോ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദർ ഈസ് നോ പ്രോബ്ലം. നല്ലത് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക, ബാക്കിയെല്ലാം കളഞ്ഞേക്ക്, വേറൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇത് ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക. ഇനി മുതൽ ഒരു ദിവസമല്ലേ ഞാൻ പറയുന്നുള്ളൂ, വലിയ ചിലവൊന്നുമില്ല, ചിലവില്ലാത്ത കാര്യം തന്നെ. അപ്പോൾ
ഇതുകൊണ്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.